ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ നൊവേന ചൊല്ലുന്ന നിങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ അന്തോണീസിൻ്റെ ഈ ശക്തമായ നൊവേനയുടെ 7-ാം ദിവസത്തെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹൃദയത്തിൽ നിന്നും എല്ലാ തരത്തിലുള്ള അഹന്തയും ദൂരീകരിച്ച് അനുരഞ്ജന മനോഭാവമുള്ള ഹൃദയത്തോട് പ്രാർത്ഥിക്കാൻ നമുക്കൊരുങ്ങാം. അതിനാൽ എളിമയെന്ന പുണ്യത്തെക്കുറിച്ച് നാം വിചിന്തനം ചെയ്യുക. വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ സ്വയം വിനയാന്വിതനായിരുന്നു. വിശാലമായ അറിവും എണ്ണമറ്റ അത്ഭുതങ്ങളും ഉണ്ടായിരുന്നിട്ടും അവൻ ദൈവത്തിൻ്റെ എളിയ ദാസനായി തന്നെ തുടർന്നു. എളിമയിൽ നിന്ന് ജനിച്ച ലാളിത്യത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അവൻ്റെ വിനയം എല്ലാ ആളുകളുമായും അവരുടെ സാമൂഹിക നില കണക്കിലെടുക്കാതെ ബന്ധപ്പെടുവാനും ആവശ്യമുള്ളവർക്ക് വേണ്ടി ശക്തമായ ഒരു വക്താവാകുവാനും ദൈവം അവനെ അനുവദിച്ചു. ഈ നൊവേനയെ തുറന്ന മനസ്സോടെ സമീപിക്കുവാൻ വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാതൃക നമ്മെയും പ്രചോദിപ്പിക്കട്ടെ. നമുക്ക് എന്തെങ്കിലും അഹങ്കാരമോ അഹന്തയോ ഹൃദയത്തിൽ ഉണ്ടെന്നറിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാം. പകരം ഭക്തിയോടും വിശ്വാസത്തോടും പഠിക്കാനും വളരാനുമുള്ള യഥാർത്ഥ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ചുകൂടാം. ഈ നൊവേനയിൽ ഉത്തരം കിട്ടാൻ ആഗ്രഹിച്ച നിങ്ങളുടെ 7 ഉദ്ദേശങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അറിയാതെ നമ്മെ കീഴടക്കിയ നമ്മുടെ ഹൃദയത്തിലെ അഹങ്കാരവും അഹന്തയും പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ ഈ നൊവേന ചൊല്ലുന്ന നമ്മെ സഹായിക്കുന്നത് വിനയമാണ്. നമ്മുടെ കയ്യിൽ വൻ കാര്യങ്ങളുള്ളപ്പോൾ ചെറിയ കാര്യം ഉപേക്ഷിക്കുന്നത് വളരെ എളുപ്പമാണ്. അഹങ്കാരത്തെക്കാൾ വിനയത്തിൻ്റെ ഒരു ജീവിത ശൈലി നാം തിരഞ്ഞെടുക്കുമ്പോൾ വിനയം നമ്മെ തന്നെ കുറയ്ക്കുകയോ ചെറുതാക്കുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്തായ പദ്ധതിയിൽ നമ്മുടെ സ്ഥാനം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ പരിമിതികളെയും അപൂർണതകളെയും അംഗീകരിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും നാം യോഗ്യരാണ് എന്ന വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. കാരണം നാം എളിമയുടെ പൂർണ്ണതയായ ദൈവത്തിൻ്റെ എളിമയുള്ള മക്കളാണ്. എളിമയുടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാരണം പ്രാർത്ഥന എന്നാൽ നാം ആവശ്യപ്പെടുന്നത് ലഭിക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല, അതിനുപരി ദൈവത്തോടുള്ള ഒരു സംഭാഷണമാണ്. ദൈവത്തോടുള്ള ഈ നിരന്തര സംഭാഷണം ദൈവത്തോടൊരു ബന്ധം സ്ഥാപിക്കാൻ നമ്മെ സഹായിക്കും. ഈ ബന്ധം അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നത് ഈശോ അരുളി ചെയ്ത ഓരോ വചനവും അനുസരിക്കുമ്പോഴാണ്. അതിന് എളിമ എന്ന മഹാപുണ്യം അത്യന്താപേക്ഷിതമാണ്. ഇതിന് വിശുദ്ധരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് സഹായകരമാണ്. ദൈവസന്നിധിയിൽ നാം ചോദിക്കുന്നത് ലഭിക്കുവാൻ നമ്മെ അർഹരാക്കുന്നത് നമ്മുടെ എളിമയും വിനയവും ദൈവത്തിൻ്റെ കരുണയും ഒത്തുചേരുമ്പോഴാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാല ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള അചഞ്ചലമായ ധൈര്യവും ഏത് കൊടുങ്കാറ്റിനെയും നേരിടാനുള്ള അചഞ്ചലമായ വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ. ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കുവാനും പരിമിതികളെ തകർക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള അക്ഷീണമായ ദൃഢനിശ്ചയത്തിൻ്റെ ദൈവിക അഗ്നി ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിപ്പിക്കണമേ. ഓ ഏറ്റവും പ്രിയനായ വിശുദ്ധ അന്തോണീസ് പുണ്യവാള, സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതം ഞങ്ങൾക്ക് തരണമേ. ഭൗതികത മാത്രമല്ല, ആത്മാവിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെയും സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം ഞങ്ങൾക്കെല്ലാവർക്കും വാഗ്ദത്തം ചെയ്ത മഹത്വം ഞങ്ങൾക്ക് നൽകണമേ. സംശയത്തിൻ്റെ നിമിഷങ്ങളിൽ, ഭയം,
ഞങ്ങളെ വിഴുങ്ങും എന്ന ഭീഷണിയിൽ ഞങ്ങളാകുമ്പോൾ അങ്ങ് ചെയ്ത എണ്ണമറ്റ അത്ഭുതങ്ങളെക്കുറിച്ച് വിശുദ്ധ അന്തോണീസേ ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കണമേ. അചഞ്ചലമായ വിശ്വാസവും അചഞ്ചലമായ പ്രവർത്തനവും കൊണ്ട് ഒന്നും ഞങ്ങൾക്ക് അസാധ്യമല്ല എന്ന് ഞങ്ങളുടെ വിഷമഘട്ടങ്ങളിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാള, ഇരുണ്ട താഴ്വരകളിലൂടെ ഞങ്ങൾ നയിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ പർവ്വത ശിഖരങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ വഴിവിളക്കായിരിക്കണമേ. എന്നാൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാള, സുഖപ്പെടുത്തുവാനും ഭാരങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും അത്ഭുതകരമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമുള്ള ശക്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളിലൂടെ ഒഴുകുന്ന ദൈവസ്നേഹത്തിൻ്റെ അതിരുകളില്ലാത്ത ജലാശയത്തിലേക്ക് ഈ അത്ഭുത ശക്തിയെ ഉപയോഗിക്കുവാനുള്ള ജ്ഞാനം ഈ നൊവേനയിലൂടെ ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാള, അങ്ങയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ഞങ്ങളുടെ 7 നിയോഗങ്ങളെ, ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം മാത്രമല്ല, ഞങ്ങളുടെ അസ്തിത്വങ്ങളുടെ പരിവർത്തനത്തിനാവശ്യമായ അത്ഭുതങ്ങൾ അങ്ങയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ഞങ്ങൾ അനുഭവിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങൾ അപേക്ഷിച്ച ഞങ്ങളുടെ 7 നിയോഗങ്ങൾക്കും ഉത്തരം അങ്ങയുടെ അത്ഭുത മധ്യസ്ഥതയാൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനായി ഞാൻ നന്ദി പറയുന്നു. ആമേൻ. വിശുദ്ധ അന്തോണീസ് പുണ്യവാള, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ അന്തോണീസിൻ്റെ ലുത്തിനിയ, കർത്താവേ കരുണയുണ്ടാകണമേ, കർത്താവേ കരുണയുണ്ടാകണമേ. മിശിഹായെ കരുണയുണ്ടാകണമേ, മിശിഹായെ കരുണയുണ്ടാകണമേ. കർത്താവേ കരുണയുണ്ടാകണമേ, കർത്താവേ കരുണയുണ്ടാകണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാതുവായിലെ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധിയുടെ താമരപ്പൂവായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എളിമയുടെ മാതൃകയായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയ ശക്തിയുടെ സ്തംഭമായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിനെ സ്നേഹിച്ച വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ധാർമ്മിക തത്വങ്ങളിൽ ഉറച്ചു നിന്ന വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലൗകിക മോഹങ്ങളെ ജയിച്ച വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോസ്തോലിക പ്രഭാഷകനായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തിൻ്റെ ശബ്ദമായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശങ്ങളെ സ്നേഹിച്ച വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവിശ്വാസികൾക്ക് ദൈവസത്യം കാണിച്ചു തന്ന വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ഭയാനകമായ വിശുദ്ധ അന്തോണീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
സന്യാസിമാരുടെ മാതൃകയായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാചകന്മാരുടെ വഴികാട്ടിയായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വഴിതെറ്റിപ്പോയവരുടെ വീണ്ടെടുപ്പുകാരനായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതങ്ങളുടെ നിരന്തര പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവിതത്തിൽ നിരാശരായവരുടെ സാന്ത്വനമേകുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ കാവൽക്കാരനും നിരപരാധികളുടെ സംരക്ഷകനുമായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അടിമത്തത്തിൽ കഴിയുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവാനുഗ്രഹത്താൽ മരിച്ചവരെ ഉയർത്തിയ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച തിരിച്ചു തരുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നഷ്ടപ്പെട്ടവ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തർക്കിക്കുന്നവർക്കിടയിൽ സത്യം ഉയർത്തിപ്പിടിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടലിലെ മത്സ്യങ്ങളോട് പ്രസംഗിച്ച വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിഷം കലർന്ന ഭക്ഷണം കഴിച്ച വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോസ്തലന്മാരുടെ വിശുദ്ധിയെ സ്നേഹിക്കുകയും വിലമതിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിരവധി രാജ്യങ്ങളിൽ പുണ്യത്തിൻ്റെ വിത്തുപാകിയ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ നിഗൂഢ വലയിൽ നിന്ന് സ്വയം മോചിതനായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കടലിൽ അകപ്പെട്ട സൈനികരെ രക്ഷിച്ച വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങയുടെ അടുക്കൽ വരുന്നവരുടെ പ്രത്യാശയായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എണ്ണമറ്റ ആത്മാക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സഹായിച്ച വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാവ് കൊണ്ട് പാപം ചെയ്യാത്തതിനാൽ മരിച്ചിട്ടും നാവ് അഴുകാത്തവനായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ കൽപ്പനയുടെ കോട്ടയായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിശുവായി അങ്ങയുടെ അടുത്തു വന്ന ഈശോയെ കൈകളിൽ സൂക്ഷിക്കുന്ന വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനുഗ്രഹീതനായ വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിച്ച് 1 വർഷത്തിനുള്ളിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവേ, ഓ യേശുവേ, ഞങ്ങളുടെ പാപങ്ങൾ നീക്കണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവേ, ഓ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തുവേ, യേശുവേ, കൃപയോടെ ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ അന്തോണീസിൻ്റെ ശക്തമായ മധ്യസ്ഥതയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിന് ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ നൊവേന എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈ നൊവേനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കമൻറ്റ് സെക്ഷനിൽ കൂടി അറിയിക്കുക. ഇത് മറ്റുള്ളവരെ വിശുദ്ധ അന്തോണീസിലേക്കും ആത്യന്തികമായി ദൈവത്തിലേക്കും നയിക്കുന്നതിന് കാരണമാകും. ഈ നൊവേനയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച 7 കർത്താവായ ദൈവം ഈ വിശുദ്ധൻ്റെ അത്ഭുത മധ്യസ്ഥതയാൽ നിങ്ങൾക്കേവർക്കും സാധിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.